നിപയിൽ ആശ്വാസം 13 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. ഹൈറിസ്ക് ഗണത്തിൽ ഉൾപ്പെട്ട 13 പേരുടെയും സ്രവ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. അതേസമയം മലപ്പുറത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതുപ്രകാരം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയരാനാണ് സാധ്യത. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് 13 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് എന്നത്. പക്ഷേ ഇനി ഏതെങ്കിലും രീതിയിലുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും ഈ മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇത് പ്രകാരം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത്തരമൊരു കണക്കെടുത്തിട്ടുണ്ടോ? എത്ര പേരുമായി ഈ മരിച്ചയാൾക്ക് ഒരു സമ്പർക്കം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ഏതെങ്കിലും കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടോ അനുമോദ്? ടോം, സമ്പർക്ക പട്ടികയിലെ ആളുകളുടെ എണ്ണം കൂടുന്നത് വലിയ ആശങ്ക നൽകുന്നതല്ല. സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത്, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു റൂട്ട് മാപ്പ് അനുസരിച്ച് പോയ ഇടങ്ങൾ, അതായത് 4 ആശുപത്രികളും മറ്റും പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ പെടുത്തുന്നത്. അതൊരു പക്ഷേ ആളുകളുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൽ ആശങ്ക വേണ്ട. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത് മരിച്ച ആളുമായി ഏറ്റവും അടുത്തിടപഴകിയ, അതായത് രോഗം പകരാൻ സാധ്യതയുള്ള ഉണ്ടെന്ന് കണക്കാക്കുന്ന ആളുകളുടെ സ്രവ പരിശോധനയുടെ ഫലമാണ് വന്നിരിക്കുന്നത്. അത് 13 നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം വരാൻ സാധ്യത 90% ഉള്ളവർക്കാണ് ഇപ്പോൾ രോഗമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ സ്പ്രെഡിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, ഇനി ഈ ഹൈറിസ്ക് ഗണത്തിൽ 106 പേരുണ്ട് ഇതുവരേക്കുള്ള പട്ടികയിൽ. ഈ പട്ടികയിൽ ലക്ഷണങ്ങളുള്ളവർക്കാണ് ഇനി അടുത്ത ഘട്ടത്തിൽ പരിശോധന നടത്തുക. ഏതെങ്കിലും തരത്തിൽ പനിയോ അല്ലെങ്കിൽ നിപ സംബന്ധിച്ചുള്ള ശരീര ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവർക്കാണ് ഈ പരിശോധന നടത്തുക. അങ്ങനെയാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിരീക്ഷണമുള്ളത്. അവരൊക്കെ തന്നെ ഐസൊലേഷനിലാണുള്ളത്. മൂന്നാമതായിട്ട്, ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് തിരുവാലി പഞ്ചായത്തിലെ 4 മുതൽ 7 വരെയുള്ള വാർഡ്, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ്, അതുപോലെ വണ്ടൂർ പഞ്ചായത്തിനോട് ചേർന്നുള്ള ചില ഏരിയ, അതായത് ഇയാൾ ആശുപത്രിയിൽ പോയ സ്ഥലങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടാണ്. അവിടെ ഉള്ള ഓരോ വീടുകളിലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ നേരിട്ട് കയറിയിറങ്ങി ആളുകളെ നേരിട്ട് കണ്ട് അവർക്ക് പനിയോ ഈ മരിച്ച ആളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപഴകലോ ഉണ്ടായിട്ടുണ്ടോ എന്നും, അതേപോലെ ഇവരുടെ വീടിന്റെ പരിസരത്ത് വവ്വാലുകൾ വരുന്ന സ്ഥലമുണ്ടോ, വവ്വാലുകൾ സ്ഥിരമായിട്ട് പഴങ്ങൾ കഴിക്കുന്ന ഇടമുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തുടങ്ങി 11ഓളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ അവരുടെ മറുപടി രേഖപ്പെടുത്തി പനിയോ തലവേദനയോ അത്തരത്തിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരെ ചികിത്സകൾക്ക് വേണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇടത്തും കൃത്യമായി എത്തി നേരിട്ട് വിവരശേഖരണം നടത്തി ആണ് ഈ തരത്തിൽ താഴെ തട്ടിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിപയുടെ ഒരു ആശങ്ക, ഈ ഒരു 13 പേരുടെ ഫലം നെഗറ്റീവ് ആയതോടെ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഹൈറിസ്ക് ഗണത്തിലുള്ള ആർക്കെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഫലം വന്നിട്ട് വേണം. ഏറ്റവും ആദ്യഘട്ടത്തിൽ ഈ 13 പേരാണ് ആരോഗ്യവകുപ്പിന്റെ മുൻഗണനാ പട്ടികയിലുണ്ടായിരുന്നത്. നിലവിൽ ഇനി സമ്പർക്ക പട്ടികയിലെ ആളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും വലിയ തോതിൽ ആശങ്കപ്പെടുത്തണം. കാരണം പാണ്ടിക്കാട് 10 വയസ്സുകാരൻ മരിച്ച സമയത്ത് 300-ലധികം പേരായിരുന്നു സമ്പർക്ക പട്ടികയിൽ പ്രൈമറി സെക്കൻഡറി ലിസ്റ്റിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ സ്വീകരിച്ച നടപടികൾ അതേപോലെ തന്നെയാണ് ഇവിടെ തിരുവാലിയിലും ഇപ്പോൾ നടപ്പാക്കുന്നത്. 2 മാസം മുൻപ് നിപയെ അതിജീവിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം, അതിന്റെ ഒരു അനുഭവം, ഇതൊക്കെ തന്നെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വലിയ കരുത്താകുന്നുണ്ട്, മുതൽക്കൂട്ടാവുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിപയെ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ കൊണ്ട് തീർച്ചയായും അതൊരു വലിയ ആശ്വാസകരമാണ്. ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതെങ്ങനെയാണ്, നിപയുടെ സാന്നിധ്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, അത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ അനുമോദ്? കാരണം ഇതെങ്ങനെയാണ്, ഈ മരിച്ച ആൾക്ക് എങ്ങനെയാണ് രോഗം പിടിപെട്ടതെന്ന് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ആരോഗ്യവകുപ്പിന് ലഭ്യമായിട്ടുണ്ടോ?
അവിടെയാണ് ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. ഇയാൾ നാട്ടിലെത്തിയ തീയതി മുതൽ ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച തീയതി വരെയുള്ള ഒരു വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ ഒരു ബംഗളൂരുവിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് അയാളുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ, അയാളുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ആളുകൾ, അയാളെ വിവിധ സമയങ്ങളിൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു, ഇവരെല്ലാം കണ്ടെത്തി അത്തരത്തിലുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. അതേപോലെ നാട്ടിലെത്തി ഈ 4-ാം തീയതിക്ക് മുൻപേയുള്ള ഹിസ്റ്ററി ഇതുവരെ ആരോഗ്യവകുപ്പ് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു രോഗം വന്നത് എന്നത് സംബന്ധിച്ചാണ് വലിയ ആശങ്കയുള്ളത്. കഴിഞ്ഞ തവണ അമ്പഴങ്ങയിൽ നിന്ന്, കാട്ടമ്പഴങ്ങയിൽ നിന്നാണ് ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ റൂട്ട് മാപ്പിൽ, അതായത് ആശുപത്രിയിൽ രോഗബാധിതനാവുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ കൃത്യമായ ഒരു വിവരം അത് ശേഖരിക്കാൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. അത് 2 സംസ്ഥാനങ്ങളിലായതുകൊണ്ടുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അത് സംബന്ധിച്ച് ഒരു ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. കാരണം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരു കൂടി കേന്ദ്രീകരിച്ച് അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നവർ അതിനിടയിൽ ഇയാൾ ചില യാത്രകളും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൂടി ശേഖരിച്ചതിന് ശേഷമേ ഈ രോഗത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ളൊരു സമഗ്രമായ വിവരം ആധികാരികമായിട്ട് ആരോഗ്യവകുപ്പ് നൽകുകയുള്ളൂ. എന്താണെങ്കിലും നമ്മളെ പോകുന്ന റൂട്ട് വളരെ ക്ലിയർ ആണ് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നത്. ഏറെ വൈകാതെ നമുക്ക് ഇതിന്റെ ഒരു ഉറവിടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ടോം. അനുമോദ, അതോടൊപ്പം ഈ മങ്കി പോക്സ് ബാധിച്ച് ഒരാൾ നിരീക്ഷണത്തിലുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ആ കേസിലുള്ളത്, ആ സംഭവത്തിലുള്ളത്? കാരണം അവിടെയും ഇത് പകരാനുള്ള സാധ്യതയുണ്ടോ? ഒരാഴ്ച മുൻപാണ് ഇദ്ദേഹം വിദേശത്ത് നിന്ന്, ഈ രോഗബാധിതനായ വ്യക്തി വിദേശത്ത് നിന്ന് എത്തിയതെന്ന് പറയുന്നു. അവിടെയും ഈ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ടോ അനുമോദ്? ടോം, എംപോക്സ് ബാധിതനായ അല്ലെങ്കിൽ ബാധിതനായെന്ന് നമുക്ക് പറയാനാകില്ല, ലക്ഷണങ്ങളുള്ള വ്യക്തി, അദ്ദേഹം എടവണ്ണ സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോൾ തന്നെ പനിയും ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഐസൊലേഷനിലായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ എംപോക്സ് സാധാരണഗതിയിൽ ക്ലോസ് കോണ്ടാക്റ്റുകളിലാണ് അത് പടരുന്നത്. അപ്പോൾ ഇയാൾ ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, ഇയാൾ താമസിക്കുന്ന മുറി അത് ഉപയോഗിക്കുക, അങ്ങനെ അടുത്തിടപഴകുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ അസുഖം പടരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഐസൊലേഷനിലായിരുന്നു. ശുചിമുറി അടക്കം അയാൾ ഉപയോഗിച്ചത് മറ്റാരും ഉപയോഗിച്ചിട്ടില്ല. അത്തരത്തിൽ അദ്ദേഹത്തിൽ നിന്നും രോഗം പടരാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന നിരീക്ഷണമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. പക്ഷേ അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്രവ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷമേ അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തുകയുള്ളൂ. കാരണം നിലവിൽ ഒരു കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കൈവശമുണ്ട്. രോഗിയും സഹകരിക്കുന്നുണ്ട്, ബന്ധുക്കളും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പട്ടികയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിരീക്ഷണത്തിൽ ഉള്ളവർ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതിനുശേഷമേ ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ആരോഗ്യവകുപ്പ് പുറത്തുവിടൂ എന്നാണ് പറയുന്നത്. ഇതാണെങ്കിൽ ആശങ്ക നൽകുന്ന സാഹചര്യമാണ്. ഈ രാജ്യത്ത് തന്നെ ഈ മങ്കി പോക്സ് ആദ്യമായി സ്ഥിരീകരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. അതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ ആദ്യമായി മങ്കി പോക്സ് ലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ, ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടില്ല, രക്തപരിശോധനാ ഫലം പുറത്തു വരണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നായിരിക്കണം ഇദ്ദേഹത്തിന് ഈ രോഗാവസ്ഥ, ഈ രോഗം പിടിപെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? ഈ പുറത്തുനിന്ന്, വിദേശത്ത് നിന്ന് പറയുമ്പോൾ കൃത്യമായും ഇനി വിദേശത്ത് നിന്ന് എത്തുന്നവരെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമായിരിക്കുമോ ഇനി കേരളത്തിൽ അവരെ ഇവിടേക്ക് എത്താൻ ഉള്ള സാഹചര്യമൊക്കെ ഒരുക്കുകയുള്ളൂ? എത്രത്തോളം ഒരു മുന്നൊരുക്കങ്ങൾ ഈ വിഷയത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് എത്രത്തോളം മുന്നൊരുക്കങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത് അനുമോദ്? ഇതിലൊരു ചെറിയ പ്രതിസന്ധി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രവാസികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഏറ്റവും അധികം പ്രവാസികൾ മലബാറിൽ തന്നെ വന്നിറങ്ങുന്ന സ്ഥലവും പോകുന്ന സ്ഥലവുമാണ് കരിപ്പൂർ വിമാനത്താവളം.
അപ്പോൾ നമുക്ക് ഈ മങ്കി പോക്സ് പോലെയുള്ള ഈ വിദേശ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അസുഖങ്ങൾ വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്നത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അത്തരത്തിൽ ഈ എയർപോർട്ടിൽ ഇവരെ പരിശോധിക്കാൻ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിരുന്നത് പോലത്തെ ആ തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ഒരുക്കിയിട്ടില്ല. കാരണം കോവിഡ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരത്തിലുണ്ടാകുന്ന അസുഖം പോലെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത് ശരീരത്തിന് പുറത്ത്, ത്വക്കിന് പുറത്ത് ചെറിയ ചുവന്ന തടിപ്പുകൾ ഉണ്ടാവുകയും അതായത് ഈ വരുന്ന നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുക വരുന്ന ആളുകളുടെ ശരീര ടെമ്പറേച്ചർ മനസ്സിലാക്കി അത് സാധാരണ ഹ്യൂമൻ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക. എന്താണെങ്കിലും നിലവിൽ അതിലേക്കൊക്കെ പോകണമെങ്കിൽ കുറച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാണ്. അത് മലപ്പുറത്തെ ആരോഗ്യ വകുപ്പിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം വിമാനത്താവളങ്ങളിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് മുഴുവൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ അസുഖം സ്ഥിരീകരിക്കണം. എന്താണെങ്കിലും അതിന്റെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് പോകൂ എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ നിപ പ്രതിരോധത്തിന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫലം വന്നതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് അടുത്ത ഒരു പ്രിവെൻഷൻ അത് ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്താണ് നിലവിൽ അത്തരത്തിലേക്കുള്ളൊരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആശ്വാസകരമായിട്ടുള്ള കാര്യം മലപ്പുറത്ത് നിപയില 13 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അതിനിടെ ഈ മങ്കി പോക്സ് രോഗലക്ഷണങ്ങളുമായി ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെയും